കുടുംബ ഇവിടെ നോക്കി കണ്ണ് കളിച്ചു. അങ്ങനെ നമ്മുടെ സ്വന്തം മേഘേജ് പോയിട്ടുള്ള കുടുംബാവിന്റെ ഫോട്ടോ ഇതാണ്. എന്താ ഈ കാണുന്നേ? യൂട്യൂബർ അഖിലിന്റെ വൈഫ് മേഘ ഒളിച്ചോടിയത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ചാകരയാണ്. അവരതിങ്ങനെ ആഘോഷിക്കുകയാണ്. നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിൽ പലരും പല തരത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. പരിഹാസ രൂപേണ, ട്രോള് വഴിയും, അങ്ങനെ എല്ലാവർക്കും ഒരു വ്യക്തി ജീവിതത്തിൽ അയാളുടെ ഏറ്റവും വലിയൊരു തകർച്ച ഒരു 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാർ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ആ ഒരു മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് നമ്മളെ തന്നെ, ഇപ്പൊ എന്റെയോ അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തകർച്ചയാണ്. ഇങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ആഘോഷിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഫോൺ എടുക്കുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ, ഫേസ്ബുക്ക് തുറക്കുമ്പോൾ, യൂട്യൂബ് തുറക്കുമ്പോഴൊക്കെ കാണുന്നത് ഈ ഒളിച്ചോട്ട കഥയും അത് വെച്ചുള്ള പലരും പല തരത്തിലിങ്ങനെ കുത്തി നോവിക്കുകയാണ്. അതിൽ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിൽ ചിലരൊക്കെ ഞാൻ അഖിലിന്റെ അത്രയും വളരെയധികം ക്ലോസ് ഫ്രണ്ടാണ്, എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് അഖിലിനെ മനസ്സിനിട്ട് മാക്സിമം കുത്തു കൊടുക്കുകയാണ്. അഖിലിന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെയ്ത റിയാക്ഷൻ വീഡിയോയിൽ പറയുന്നത്, അവൾക്ക് എന്തിന്റെ കുറവാണ്, അവൾക്ക് പൈസക്ക് കുറവുണ്ടോ, ഡ്രസ്സിന് കുറവുണ്ടോ, സുഖസൗകര്യങ്ങൾക്ക് കുറവുണ്ടോ, പിന്നെ എന്തുകൊണ്ട് അവൾ ഒളിച്ചോടിയത്? അവരൊരു മൊണ്ണയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ? എല്ലാവരും പറയും അവരൊരു മൊണ്ണയാണെന്നൊക്കെ. ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ക്ലോസ് ഫ്രണ്ട്, അത്രയും അടുത്ത സുഹൃത്തെന്ന് പറയുന്ന അഖിലിനെ ഇയാൾ ഇട്ടിങ്ങനെ കുത്തുക. ഇത് മാത്രമല്ല, പലരും ചിരിച്ചുകൊണ്ടു സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നോ, രാജ്യം നടുങ്ങുന്ന തരത്തിലുള്ള ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞ് അതൊരു ആഘോഷിക്കാണ്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ചാകരയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും ഈ റിയാക്ഷൻ വീഡിയോ ഇതുതന്നെ ഇട്ട് ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഈ അഖിലിന്റെ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവർക്കും ഭാവിയിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വരുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെ പോലെ എന്താണ് അവരുടെ മനസ്സിലിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഈ പുറമേ കാണുന്നതൊന്നല്ല ആരുടെയും മനസ്സിലുള്ളത്. എന്ന് വെച്ചാൽ ഈ കാണുന്ന റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. ഈ അഖിലിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നോ മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാണോ, അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്നത് അവർ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ചിരിച്ചു നിൽക്കുമ്പോൾ ആ കാണുന്ന മുഖം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം ഇതൊക്കെ അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. എന്നാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ പറയുന്നത് അഖില് വളരെ നല്ല ചെറുക്കനാണ്, അവരങ്ങനെയല്ല ഇങ്ങനെയല്ല. ഈ പറയുന്നത് കേട്ടാൽ തോന്നും ഇവരൊക്കെ അഖിലിന്റെ കൂടെ കിടന്നുറങ്ങിയ ഒരു ടീമാണെന്ന്. ഞാൻ ഒരിക്കലും മേഘ ഒളിച്ചോടിയതിനെ കുറിച്ച് ന്യായീകരിക്കുന്നതല്ല. അവൾക്ക് ഒളിച്ചോടണമെങ്കിൽ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായി പിരിഞ്ഞതിന് ശേഷം പോവായിരുന്നു. അല്ലാതെ ഈ ചെയ്തത് പച്ചക്ക് തുറന്നു പറയുകയാണെങ്കിൽ അങ്ങേ അറ്റത്തൊരു ചെറ്റത്തരാണ് അവൾ ചെയ്തത്. ഇനി അഖിലിന് ബാഡ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ തന്നെ അവർ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം പോകണമായിരുന്നു. അതാ അതിൻ്റെ ഒരു ശരിയായൊരു രീതി. അപ്പോൾ ഇനി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ചിലരുടെ അവരവരുടെ സന്തോഷങ്ങളും എങ്ങനെ പ്രകടിപ്പിക്കുന്നു 2-3 വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടു നോക്കാം. കുണുവാവ എവിടെ നിന്ന് നോക്കി കണ്ണ് കഴിച്ചു. അങ്ങനെ നമ്മളുടെ സ്വന്തം മേഘ ചേച്ചി പോയിട്ടുള്ള കുനുവാവയുടെ ഫോട്ടോ ഇതാണ്. ആഹാ, എന്തല്ല ഈ കാണുന്നേ? അഖിലിന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു തകർച്ചയാണിത്. അവരുടെ ബന്ധം തകർന്നു, ജീവിത പങ്കാളി പോയി. എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്നുള്ള യഥാർത്ഥ കാര്യം ഈ അഖിലിനും മേഘക്കും മാത്രമേ അറിയുള്ളൂ. അഖില് ഈ വേദനയായിട്ട് ഒറ്റക്ക് പോരാടുമ്പോൾ നമ്മൾ ഈ പുറം ലോകത്തുള്ള നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം എന്താണ്? റിയാക്ഷൻ വീഡിയോകൾ, പരിഹാസ രൂപേണുള്ള വീഡിയോകൾ, സിമ്പതിയുടെ പേരിലുള്ള വീഡിയോകൾ, ട്രോളുകൾ, ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ പുറത്തുള്ള ആൾക്കാർ ഇതൊക്കെ ഇട്ടിങ്ങനെ ആഘോഷിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറക്കുന്ന ഒരു കാര്യം,
ഇതൊരു മനുഷ്യന്റെ ജീവിതമാണ്. ഈ കാണുന്ന നമ്മൾക്ക് ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു 5-10 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. പക്ഷെങ്കിൽ ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും ഈ അഖിലിന്റെ മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിപ്പിച്ച് അല്ലെങ്കിൽ ഓരോ മുറിവുണ്ടാക്കി പിന്നെയും പിന്നെയും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അയാളുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഓരോരോ മുറിവുകളാണ്. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇത്രയും ആൾക്കാർ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇവരെങ്ങനെ ഇത് ഫേസ് ചെയ്യുന്നു. യൂട്യൂബ് തുറന്നാൽ റിയാക്ഷൻ വീഡിയോ, ഫേസ്ബുക്ക് തുറന്നാൽ മറ്റേ കമന്റ് സെക്ഷനിൽ പരിഹാസങ്ങൾ, ട്രോളുകൾ, ഇതൊക്കെ ഈ ഒരാൾ ഫേസ് ചെയ്യേണ്ട കാര്യമല്ലേ? അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്ന്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഖിലിന്റെ കാര്യം ആലോചിച്ച് നോക്കുക. അയാൾക്ക് അയാളുടെ സ്വന്തം വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഇടയില്ലാത്ത ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. വ്യൂസിന് വേണ്ടിയിട്ട് ഒരാളുടെ തകർന്ന ജീവിതത്തെ ഒരു കണ്ടന്റ് ആക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നവന് അത് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമാണ്. വ്യൂസിന് വേണ്ടി ഒരാളുടെ ജീവിതത്തെ തമാശയാക്കുന്നത്. പക്ഷെങ്കിൽ ഇത് കാണുന്ന അഖിലിനോ അല്ലെങ്കിൽ അഖിലിനെ പോലെയുള്ള മറ്റുള്ള ഒരാൾക്കോ അത് അവരുടെ ജീവിതമാണ്. അത് അവർക്കൊരു കണ്ടന്റ് അല്ല, ഒരു കോണ്ടന്റ് അല്ല, അത് അവരുടെ ജീവിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം ആയിരക്കണക്കിന് ആൾക്കാരുകൾ കൂടിയിട്ട് ഇങ്ങനെ കോണ്ടന്റ് ആക്കി ആഘോഷിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നൊന്ന് സ്വയം ചിന്തിച്ചു നോക്കി നോക്കൂ. അങ്ങനെ ഒരു അവസ്ഥ വരണം, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾക്കാർക്കും ഈ അഖിലിന്റെയും മേഘയുടെയും അല്ലെങ്കിൽ ഇവരെ പോലുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ വിധി പറയുന്ന മുമ്പ് അഖിലാണ് ഇവിടെ ശരി, മേഘ പോയത് കണ്ടക്ടറുടെ കൂടെയാണ്, അവള് തെറ്റുകാരിയെന്ന് വിധി പറയുന്നതിന് മുമ്പ് നമ്മളൊരു മനുഷ്യത്വം കാണിച്ച് അല്ല മനുഷ്യത്വപരമായി ചിന്തിച്ചിട്ട് കുറച്ച് മൗനം പാലിക്കും നല്ലതാണ്. ഇവിടെ വിധി പറയുകയും അതിനെ പരിഹസിക്കുന്നു, ട്രോളാക്കുന്നു, ചിലർ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചങ്ങ് മനുഷ്യത്വം കാണിക്കണം. അവർക്കിടയിൽ എന്ത് സംഭവിച്ചു നമ്മൾ കാണുന്നത് അവരുടെ റിയൽ ലൈഫ് മാത്രമാണ്. റിയൽ ലൈഫിൽ അവരുടെ കാര്യം ഒന്നും നമ്മൾ അറിയുന്നില്ല, എന്താ സംഭവം എന്നോ. പക്ഷെങ്കിൽ ആഘോഷിക്കുക. ഇനി ഓരോ ദിവസവും കഴിയുന്തോറും ഇതിങ്ങനെ മറ്റൊരു കോണ്ടന്റ് നമുക്ക് കിട്ടുന്നവരെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് വലിയ ചാകരയായിട്ട് ഇനി ഈ ഒളിച്ചെടുപ്പായ കണ്ടക്ടറുടെ ലൈഫ് കുത്തിപ്പൊക്കലും അവരുടെ വീട്ടുകാരുടെയും മൊത്തത്തിൽ ഇനി അങ്ങോട്ട് ആഘോഷങ്ങൾ ഒരു പരമ്പര തന്നെ വരും. പക്ഷെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴുള്ള ആ അഖിലിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് വിമർശിക്കുകയും അഭിപ്രായം പറയുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും മോശം അവസ്ഥയെ നമ്മുടെ കോണ്ടന്റ് ആക്കി മാറ്റി ആഘോഷിക്കുന്നതിനോട് അതൊരു മോശം കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇന്ന് ചിരിക്കാനായി കാണുന്ന വീഡിയോയുടെ മറുവശത്ത് കണ്ണീരുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും, ഉറപ്പാണ്. നമ്മൾക്കിത് ഭയങ്കര ആഘോഷം, ചിരിക്കുന്നു. പക്ഷെ അപ്പുറത്തുള്ള അഖിൽ അവനവിടെ കരഞ്ഞിരിക്കുകയാണ്. അഖിൽ എന്ന വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിലേക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ദുരന്തമാണിത്. പക്ഷെങ്കിൽ മറ്റു പലർക്കും കിട്ടിയ ഏറ്റവും വലിയൊരു കോണ്ടന്റ് കൂടിയാണ് ഈ ഒരു ഒളിച്ചോട്ടം. ഇവിടെ അഖിലിന്റെ ജീവിതം മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു വിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ, യൂട്യൂബ് അടക്കം, യൂട്യൂബോ ഫേസ്ബുക്കോ എന്ത് തുറക്കുമ്പോൾ ഈ ഒരു കോണ്ടന്റ് മാത്രമേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും ഇത് ആഘോഷിക്കുകയാണ്. ഞാനിപ്പോഴും ഈ വീഡിയോ ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അയാൾ ഫോൺ തുറക്കുമ്പോൾ അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള മാത്രം, കമന്റ് ബോക്സ് നോക്കുമ്പോൾ പരിഹാസം, യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. അയാളെ ഇപ്പോഴുള്ളൊരു മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിക്കാം. അയാളെക്കുറിച്ച് നേരിട്ട് അറിയുകയോ ഒരു ബന്ധം പോലുള്ള ആൾക്കാർ പോലും അഖിലിനെ കുറിച്ച് ഇങ്ങനെ വിധി പറയുക, അയാൾക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടുക, എവിടേക്ക് പോകണം, ഇതിൽ നിന്നൊരു മുക്തി കിട്ടണേ, എവിടെ പോകണമെന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഇല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് ഇപ്പം ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ പറയാനുള്ളത്, വ്യൂസിന് വേണ്ടിയിട്ട് ആരും ആരുടെയും ജീവിതത്തെ ഒരു കോണ്ടന്റ് ആക്കി മാറ്റരുത്. കാരണം നമുക്കിതൊരു കോണ്ടന്റ് മാത്രമായിരിക്കും, പക്ഷെങ്കിൽ ആ വീഡിയോക്ക് അപ്പുറത്തിരിക്കുന്നവന് അത് അവൻ്റെ ജീവിതമായിരിക്കും. നമുക്ക് അവരുടെ ലൈഫിലെ
എന്താ നടന്നത് എന്നുള്ള മുഴുവൻ സത്യവും അറിയില്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മിണ്ടാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അയാളുടെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അയാളെ പരിഹസിക്കാനൊന്നും, അയാൾ ട്രോളാനോ കമന്റ് ബോക്സിൽ പോയിട്ട് നിന്റെ കഴിവ് കേടാണ്, നീ ഒരു മൊണ്ണയാണെന്നൊക്കെ പറയാനുള്ള ഒരവകാശവും നമുക്കില്ല. നമുക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് ഒന്നും തന്നെ അറിയുന്നില്ല. ഒരാൾ വീണ് കിടക്കുമ്പോൾ നമുക്ക് അവരെ കൈനീട്ടി രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഴിയില്ല, ആർക്കും കഴിയില്ല. എന്നാലും പോയിട്ട് അവരുടെ മേൽ കയറി നിന്ന് റീലെങ്കിലും എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഒരാളുടെ മനസ്സ് തകർത്ത് വ്യൂസും ലൈക്കും ഷെയറും ഒക്കെ കിട്ടിയിട്ട് നമ്മൾ വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. അതൊരു വിജയമാണെന്ന് കണക്ക് കൂട്ടാനൊന്നും പറ്റില്ല. ഈ ഒരവസ്ഥ നാളെ നമ്മുടെ പലരുടെയും അധികവരുടെ ജീവിതത്തിൽ വരില്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു തകർച്ച ആരും വിനോദാക്കി മാറ്റരുതെന്ന്. എന്ന് വെച്ചാൽ എൻ്റെ തകർച്ച നിങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ റീലിട്ടും പരിഹസിച്ചും ഒന്നും ആക്കി മാറ്റരുത് എന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തകർച്ച ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ വിനോദാക്കി മാറ്റരുതെന്ന് മാത്രമായിരിക്കും നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ ചിന്തിക്കുന്നത്. അല്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടും. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റൊരാളുടെ ജീവിതം തകർന്നു വീഴുന്നവരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ തന്നെ ചിന്തിച്ചാൽ മതി എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.